നേർബുദ്ധിയുള്ള മിടുക്കനായ ഒരാളെ ഒരു മനോരോഗിയായിട്ട് മാറ്റാൻ കഴിവുള്ള ആരാ ഉള്ളത്? അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ അതൊന്ന് പറഞ്ഞാൽ കണ്ടാൽ മതി. അത് എനിക്കിപ്പോൾ കാണുമ്പോൾ എന്താണെന്നറിയാമോ, വളരെ ഒരു അവേർഷനാണ് ഉണ്ടാകുന്ന ആ വാക്കുകൾ കേൾക്കുമ്പോൾ. ഇവിടെ എം പിയുടെ ഫണ്ടിൽ നിന്നും വാങ്ങിയ ഒരു മെഷീൻ, അതിൻ്റെ ഒരു ഭാഗം വീണ്ടും പറയാം വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കണ്ടേ, കാണാനില്ല. അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടിൽ അത് കണ്ടുപിടിച്ചിട്ടുണ്ട് അവർ. അങ്ങനെ കമ്മിറ്റി എന്തോന്നാ കണ്ടെത്തിയത്? ഇത് കാണാനില്ലെന്ന് കണ്ടെത്തിയെന്ന്. കാണാനില്ല, കണ്ടെത്തി. അപ്പോൾ അത് എന്നിട്ട് പിന്നെ പറയുന്നത് എന്താണെന്നറിയോ, അത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് വകുപ്പ് തല അന്വേഷണത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല എന്ന് പറഞ്ഞാൽ ഇത്. എന്നിട്ട് പിന്നെ പറയുക, ഇത് യഥാർത്ഥത്തിൽ അത് കളവ് പോയോ നീക്കിയതോ എന്ന് പിന്നെ കറക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ HOD ആയിട്ടിരിക്കുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കൽ, അയാൾ കള്ളനാണെന്നാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. മനസ്സിലായോ? അയാളെ കള്ളനാക്കി മാറ്റി ചിത്രീകരിച്ചാൽ കാര്യം തീരുമല്ലോ, റെഡിയാവുമല്ലോ. ആദ്യം മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് ഇങ്ങനെ നല്ലതായിട്ട് സംവിധാനത്തിൽ ഇത് ഈ മാധ്യമങ്ങൾക്ക് ഇതുപോലെ ചോർത്തി കൊടുക്കുന്നു, മാധ്യമങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഇതൊന്നും അത്ര നല്ല കാര്യമല്ല എന്നങ്ങ് പറഞ്ഞു. അതുവരെ നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്നവർ അന്നേരം സമ്മർ റിസൾട്ട് അടിച്ചു. നോക്കിയപ്പോൾ എന്താ, രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന നമ്മുടെ ആഭ്യന്തരമന്ത്രി, ആരോഗ്യ വകുപ്പ് മന്ത്രി കയറി അങ്ങ് ഇടപെട്ടു. അത് എന്ന് വെച്ചാൽ ഇയാളെ കള്ളനാക്കി. അതാണ് കാര്യം. അതുവരെ നല്ല ധൈര്യമുണ്ടായിരുന്ന ഡോക്ടർ ഹാരിസിൻ്റെ കണ്ണ് നിറഞ്ഞതിൽ അദ്ദേഹം കണ്ണ് തുടച്ചുകൊണ്ട് പോകാനിടയായത് എനിക്ക് അതിശയമൊന്നുമില്ല. കാരണം അതുവരെ ഹാരിസിന് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. കാരണം അയാൾ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങളെന്ന് പറയുന്നത് വളരെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രശ്നമാണ്, വളരെ നല്ല രീതിയിൽ അത് കാണിച്ചതാണ്. അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനൊരു തിരിച്ചടി ഉണ്ടാവും, ഇതുപോലെ ഈ രീതിയിൽ പറയും എന്ന് അദ്ദേഹം ആലോചിച്ചില്ല. ഞാൻ പറയാറുള്ളതുപോലെ ഭാഗ്യത്തിന് അദ്ദേഹത്തിന് പെണ്ണ് കേസ് പെടുത്തിയില്ലല്ലോ എന്ന് മാത്രം വിചാരിച്ചാൽ സാധാരണഗതി അതായിരുന്നു ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ അത് നമ്മുടെ ശ്രീ ഉമ്മൻചാണ്ടി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് വയസ്സുകാലത്ത് അദ്ദേഹത്തെക്കുറിച്ച് നേരെ പറഞ്ഞറിയാമല്ലോ ഇത് ഈ ആരോപണം. എന്നിട്ട് ആ സ്ത്രീ തന്നെ ഒന്ന് അവസാനം പറയാനിടയായി അവർ കള്ളം പറഞ്ഞാണ് എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ ഇത്. കാരണം ഇവർക്ക് ആരെങ്കിലും വേണം കിട്ടും, അതുകൊണ്ട് ഡോക്ടർ ഹാരിസ് കരുതിയിരിക്കുക. കാരണം ഇങ്ങനെയുള്ള സംഭവം അവസാനം അയാൾ എന്ത് പറ്റിയെന്നറിയോ, സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റിനായിട്ട് സൈക്യാട്രി വാർഡിൽ അദ്ദേഹത്തിനെ പ്രവേശിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് നമ്മൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ ആയിരുന്ന 2 ഡോക്ടർമാർ, ഒന്ന് അവിടുത്തെ പ്രിൻസിപ്പലായിപ്പോയി, അയാളെ പ്രിൻസിപ്പൽ എന്നൊന്നും പറയാൻ എനിക്ക് തോന്നുന്നേ ഇല്ല ആരായാലും. കാരണം എന്നിട്ട് അടുത്തത് അവിടുത്തെ സൂപ്രണ്ട്. ഈ മഹാന്മാർ 2 പേരുടെ ഈ ഡോക്ടറെ ഇതുപോലെ അവിടെ സൈക്യാട്രിക് വാർഡിൽ അഡ്മിറ്റ് ചെയ്തേക്കുന്നവർ അറിയാൻ വയ്യാത്തല്ലോ, അവരുടെ അധീനതയിൽ തന്നെയുള്ള സ്ഥാപനത്തിലാണ് അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്തപ്പോൾ ആ സമയത്ത് എന്തോന്നറിയോ, ഒരാരോപണം. കാരണം എന്താ, ഈ സാധനം കണ്ടുകിട്ടി. അത് കണ്ടുകിട്ടിയപ്പോൾ അത് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നാലും ഇയാളെ ഒന്ന് പെടുത്തണമല്ലോ. അപ്പോൾ മോളിൽ നിന്നുള്ള നിർദ്ദേശമാണ് കേട്ടോ, എങ്ങനെയെങ്കിലും ഒന്ന് പെടുത്തുക എന്ന് പറയുന്നത് എന്തോ. നോക്കപ്പോൾ എന്തുവാ, 2 പേര് അങ്ങോട്ട് ഇരുന്നുകൊണ്ട് പത്രസമ്മേളനം അങ്ങോട്ട് നടത്തി. ഇവർക്ക് ഈ മാധ്യമങ്ങളോടൊന്നും സംസാരിക്കാനുള്ള വിവരവും ബോധവും ഒന്നും ഇല്ല. അതായത് എന്നറിയാം, ഒരു പെട്ടിക്കകത്ത് കുറേ സാധനം ഇരുന്നത് ഹാരിസിൻ്റെ മുറിയിൽ കേട്ടോ. ഇരുന്നപ്പോൾ അതിനകത്ത് നോക്കിയപ്പം ഒരു ബില്ലിരിക്കുന്നെന്ന്, ഡെലിവറി നോട്ടാണ്. അതായത് ഒരു സാധനം നന്നാക്കാൻ കൊടുത്തത് തിരിച്ചു കൊടുത്തു, അതാണ് കാണിക്കുന്നത്. അതിനകത്ത് ഈ ഓസിലോസ്കോപ്പ് എന്ന് എഴുതി അത് കൊടുത്തവൻ ആ സ്വകാര്യ ലാബിൻ്റെ ഉടമ അയാൾ പറഞ്ഞു ഇത് അവിടെ ഇരുന്നവനെ അറിയാൻ വയ്യാതെ ഇത് എഴുതി കൊടുത്തതാണ്. അത് മാത്രമല്ല ഡെലിവറി നോട്ടാണ്. ഈ സാധനം തിരിച്ചു കൊടുത്തു. അതായത് അവിടെ 3 മെഷീൻ നന്നാക്കാനായിട്ട് കൊടുത്തു. ഒരെണ്ണത്തിന് നന്നാക്കി എടുക്കണമെങ്കിൽ 2 ലക്ഷം രൂപ വേണം, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് അത്ര സാമ്പത്തിക ശേഷിയില്ല, അതുകൊണ്ട് തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അത് തിരിച്ചു കൊണ്ടുവച്ചു. ആ സാധനം തിരിച്ചു കൊണ്ടുവന്നതാണ്, അതിൻ്റെ കൊടുത്ത ഡെലിവറി നോട്ടാണിത്. ഒരു കൊറിയർ വന്ന ഒരു ഡെലിവറി നോട്ട് നോക്കാം വിവരമില്ലാത്തവന്മാരാണ് ഈ ഇരിക്കുന്നവർ. അന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അത് ബില്ലാണെന്ന് അങ്ങ് പറഞ്ഞു കൊടുത്തു. ഒരു ബില്ലും ഒരു കൊറിയറിൻ്റെ ഡെലിവറി നോട്ടും കണ്ടാൽ തിരിച്ചറിയാൻ വയ്യാത്തവർ
ഭരിക്കുന്ന സ്ഥാപനം അതെങ്ങനെ നന്നാവും? എന്നിട്ട് എന്താ ഇതെന്തിനാ കൊണ്ടുവന്നതെന്നറിയോ ഇതൊക്കെ വെച്ചത്? അതായത് ഈ ഡോക്ടർ ഹാരിസ് രഹസ്യമായിട്ട് ഇത് വെളിയിൽ നിന്ന് വാങ്ങിച്ച് അവിടെ കൊണ്ടുവന്ന് വെച്ചു. അയാൾ കള്ളനാണ്, മോഷണം നടത്തി. അപ്പോൾ അത് എന്നുള്ള ഒരു ഇതങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോൾ എന്തുവാ, ഇവർക്ക് ഇങ്ങനെ ഫോൺ ഈ പ്രിൻസിപ്പലിന് വന്നുകൊണ്ടിരിക്കുകയാണ്, മാധ്യമങ്ങളിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക എന്ന് മനസ്സിലാക്കണ്ടേ. അവസാനം എന്തോ ഇതാരോ മേളിൽ നിന്ന് നിർത്തി അതുകൂടെ പറയണം, അത് പറയാം ഇതെല്ലാം അത് ഇരുന്ന് പറയുകയാണ്. എന്തെങ്കിലും ബോധമുള്ളവന്മാരാണോ ഈ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് അവസാനം എന്താ, DME ഇനി വെളിയിലേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു ഞാനാണ് അവരെ വിളിച്ച് നിർദ്ദേശം കൊടുക്കുന്നത്. ഇയാൾ എങ്ങനെ നിർദ്ദേശം കൊടുക്കും? ഈ DME ആണ് ഇതിൻ്റെ പുറത്തുള്ള എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ എൻക്വയറി നടത്തുന്നവനാണ് നേരത്തെ തീരുമാനമെടുത്തിട്ട് ഇയാൾ എങ്ങനെ ചെയ്യണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്നുള്ള അഡ്വൈസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പരസ്യമായിട്ട്. ഇത്രയും വൃത്തികെട്ടവന്മാർ ഈ സർവീസിലുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. അതിനി പോട്ടെ, പറഞ്ഞുകൊണ്ട് കാര്യമില്ല. മന്ത്രിയുടെ സ്റ്റാൻഡേർഡ് അതേ ഉള്ളൂ, ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല. അപ്പം ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അയാൾ യഥാർത്ഥത്തിൽ ഉണ്ടല്ലോ, അയാളുടെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാനുള്ള ശ്രമമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇയാൾ ഇത്രയും നല്ലൊരു മനുഷ്യനെ കള്ളനെന്ന് വിളിച്ചാൽ അയാൾക്ക് താങ്ങാൻ പറ്റത്തില്ലത് കേട്ടോ. എല്ലാവർക്കും ഒന്നും അത് താങ്ങാൻ ഒക്കത്തില്ല. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ പറയും. ആ പറയുന്നവരെ അമർച്ച ചെയ്യാനായിട്ടും അവരുടെ ശബ്ദം അടപ്പിക്കാനായിട്ടും ഏതറ്റം വരെ പോകുന്ന ചില ആളുകളുണ്ട്. ഉമ്മൻചാണ്ടി പോലുള്ള ആളായതുകൊണ്ടുണ്ടല്ലോ അദ്ദേഹത്തിന് അത് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റി. കാരണം അദ്ദേഹത്തിനെതിരെ ഇതുപോലുള്ള വൃത്തികെട്ട ആരോപണം പറഞ്ഞിട്ട്. പക്ഷെ അത് എല്ലാവർക്കും പറ്റത്തില്ല, ആ കഴിവ് എല്ലാവർക്കും കിട്ടത്തില്ല, അതുപോലുള്ളൊരു മനസാന്നിധ്യം എല്ലാവർക്കും കിട്ടത്തില്ല. ഡോക്ടർ ഹാരിസ് നല്ലൊരു കാര്യം ചെയ്തു. ഇനി അതുപോലെ കഫീൽ ഖാൻ എന്ന് പറയുന്ന UP-യിലെ ഡോക്ടറുടെ കാര്യം നമുക്കറിയാമല്ലോ. അയാളോട് അയാൾ ശരിയായ കാര്യം അവിടെ കുഞ്ഞുങ്ങൾ മരിക്കാനിടയാതിൻ്റെ കാരണം വിളിച്ചു പറഞ്ഞപ്പോൾ അയാൾക്കെതിരെ യോഗി ആദിത്യനാഥ് പ്രതികരിച്ചെങ്ങനെയെന്നറിയോ? 6 FIR ആണ് അയാളുടെ പേരെടുത്ത്. അവിടെ എവിടെയെല്ലാം നടന്ന് കേസ് നടത്തണം. അങ്ങനെ അയാൾ അവിടുന്ന് ജയിൽ മുക്തനായി കഴിഞ്ഞപ്പോൾ ആദ്യം വരുന്നത് കേരളത്തിലോട്ടാണ്. എന്താ കാര്യം? ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ ജനങ്ങൾക്കും അയാൾക്ക് കൊടുത്ത സപ്പോർട്ട്. അവിടെ കഫീൽ ഖാനെ സപ്പോർട്ട് ചെയ്തവരാണ് ഇവിടെ ഹാരിസ് ചിറയ്ക്കലിനെ ഇതേപോലെ പീഡിപ്പിക്കുന്നത് എന്നൊന്ന് തിരിച്ചറിയണം. ഈ ഇരട്ടത്താപ്പുണ്ടല്ലോ, ഈ കള്ളത്തരം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് മനസ്സിലാക്കണം. ഇത് നിങ്ങൾക്കൊക്കെ നാണമില്ലേ? ഇതേപോലെ ഒരു നല്ലൊരു കാര്യം പറഞ്ഞ ഒരു ഡോക്ടറെ അതേപോലെ ഉപദ്രവിക്കാനും ശല്യം ചെയ്യാനും അദ്ദേഹത്തിനെ മാനസികരോഗിയാക്കി മാറ്റാനും. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ ഇനി പറയാൻ പോകുന്നത് ഞാൻ പറയാം, മുൻകൂട്ടി പറയുകയാണ് ഞാൻ. പലതും അതുപോലെ നടക്കാറുണ്ട്. ഇനി പറയും ഒരു മനോരോഗി ഏതാണ്ടൊക്കെ വിളിച്ചു പറഞ്ഞു എന്ന് എപ്പോൾ പറയുമെന്ന് കണ്ടാൽ മതി. അതാണോ? ഇവിടെ എല്ലാം ഉണ്ട്, ഇവിടെ നമ്പർ 1 ആണ്. ഒരു മനോരോഗി ഏതാണ്ട് പറഞ്ഞു എന്നാക്കും ഡോക്ടർ ഹാരിസ്. നിങ്ങൾ അതിൽ തളർന്നു പോകരുത്. നിങ്ങൾ ജനങ്ങളോട് കാണിച്ച വലിയ കമ്മിറ്റ്മെൻ്റാണ് നിങ്ങളത് പുറത്ത് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ മകൻ്റെ പ്രായമുള്ള ഒരു കുട്ടിക്ക് സർജറി നടത്താൻ ഇവിടെ എക്യുപ്മെൻ്റ് ഇല്ല. ഞാൻ കൂട്ടിരിപ്പുകാരുടെ ഇന്ന് പൈസ പിരിച്ച സാധനം വാങ്ങിച്ച് മടുത്ത്, ഉപകരണം വാങ്ങിച്ച് മടുത്തു. നിങ്ങളൊരു നല്ല മനുഷ്യനായതുകൊണ്ട് നിങ്ങളത് പുറത്ത് പറഞ്ഞതാണ്. ആ പുറത്ത് പറഞ്ഞതിന് നിങ്ങളെ ഇതേപോലെ ഹരാസ് ചെയ്യുന്നു, പീഡിപ്പിക്കുന്നു. നിങ്ങളെ കള്ളനെന്ന് മുദ്ര കുത്താൻ പോന്നു. ആദ്യം തന്നെ മുഖ്യമന്ത്രി ചാപ്പ് കുത്തി അങ്ങ് ഇട്ടുകൊടുത്തു. കാരണം നിങ്ങളെ വലിയ കള്ളത്തരം പറഞ്ഞു എന്നുള്ളത്. എന്തോ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ സത്യമല്ലേ പറഞ്ഞത്? അവിടെ എന്തെങ്കിലും പിന്നെ അത് നടന്നാൽ ഉപകരണങ്ങളെ കിട്ടിയാൽ നിങ്ങളത് പറഞ്ഞതുകൊണ്ടാണ്. ഇനി നിങ്ങളുടെ പിന്നിൽ നിന്ന് കുത്തിയെന്ന് നിങ്ങളിന്ന് പറഞ്ഞല്ലോ, സത്യമാണ്. നിങ്ങൾ വിചാരിച്ചില്ല നിങ്ങളുടെ സഹപാഠികളായിട്ടുള്ള 2 പേര്, അവരും ഡോക്ടേഴ്സാണല്ലോ, അവർ നിങ്ങളുടെ പിന്നിൽ നിന്ന് കുത്തും എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല. നിങ്ങൾക്ക് ചുറ്റും ചതിക്കുഴികളാണ് ഡോക്ടർ ഹാരിസ്. നിങ്ങൾക്ക് എത്ര നാൾ ഈ ഒഴുക്കിനെതിരെ നീന്താൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ എൻ്റെ ഒരു അഭിപ്രായം, കാരണം നിങ്ങൾക്ക് ഇതേ അറ്റ്മോസ്ഫിയർ, ഇതേ സാഹചര്യത്തിൽ അവിടെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണെന്നറിയോ, നിങ്ങൾക്ക് ഇനി കൂടുതൽ ഉപദ്രവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്നത് പോലെ ഉണ്ടല്ലോ, നിങ്ങളെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്കത് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ മനോരോഗ ചികിത്സയ്ക്ക് നടക്കണ്ട, നിങ്ങളിത് കളഞ്ഞോളൂ. നിങ്ങൾ എവിടെങ്കിലും പോയിട്ട് ഈ ശമ്പളത്തിന് തന്നെ വേറെ എത്രയോ ഇതിൻ്റെ 4 ഇരട്ടി സാലറി തന്ന് നിങ്ങളെ അബ്സോർവ് ചെയ്യാൻ ആളുകളുണ്ട്. വേണ്ട, ഇതേ ശമ്പളം മതി എന്ന് പറഞ്ഞ് പൊതുജന സേവനമാണ് അതും. നിങ്ങൾ നടത്തിക്കോളൂ, അത് ചെയ്തോളൂ. അതിന് പകരമായിട്ട് നിങ്ങൾ ഇതേപോലെ മാനസിക നില തെറ്റുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് വരാൻ പാടില്ല. നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ വരാൻ പാടില്ല. നിങ്ങൾ നന്നായിട്ട് ഉറങ്ങണം, നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്യണം ഇപ്പം ചെയ്യുന്നത് പോലെ. അല്ലാതെ നിങ്ങളിതിൽ ഭയപ്പെട്ടു പോകരുത്. ഭയപ്പെടുന്നതിന് വേണ്ടിയല്ല ഈ ലോകം, ഈ സമൂഹം.
ധൈര്യമായിട്ട് പറയാനാണ്. നമ്മൾ പറയും, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഉത്തരം പറയേണ്ടത് ഇവരുടെ അധികാരികളുടെ ഭരണകൂടത്തിൻ്റെ കടമയാണ്. നിങ്ങളൊരു ഡോക്ടറായി പോയതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പാടില്ലെന്നുണ്ടോ? നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്, ഇനിയും ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഉത്തരം പറയേണ്ടവന്മാർ, നമ്മളെ ബാധ്യതയുള്ളവർ, അവർ ഉത്തരം പറയണം. അത് നമ്മുടെ അവകാശമാണ്. ആ ഒരു കരുതലോടുകൂടി വേണം ഡോക്ടർ മുമ്പോട്ട് പോകാൻ.